മുഅ്മിനീങ്ങൾക്ക് നിർണയിക്കപ്പെട്ട ടൈമിൽ നമസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്, നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇത് ഖുർആന്റെ ശാസനയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ വിശദീകരണം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? നമുക്ക് എങ്ങനെയാണ് വിശദീകരണം ലഭിക്കുക? ഖുർആനിലുള്ളത്, ഖുർആൻ നമുക്ക് നമ്മുടെ അല്പചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നമസ്കരിക്കാമെന്ന് വെച്ചാൽ പറ്റുമോ? പറ്റൂല. നിർബന്ധം. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ കൂടെ ഖുർആനോട് നബി വരുന്നത്. ഈ നബി പറയുന്ന രൂപത്തിലാണ് നമസ്കരിക്കുന്നത്. നബി നമസ്കരിച്ചതോ അത് 5 വക്താണ് എന്നതും അത് 5 വക്ത് നേരത്തിൽ നമസ്കരിച്ചത് ഓരോ വക്തിൽ നമസ്കരിച്ച റക്അത്തുകൾ എത്രയാണ് എന്നതും ഇവിടെ ഖുർആൻ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ ഖുർആൻ കൊണ്ടുവന്നാൽ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അഥവാ നിങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഖുർആനിലും അഭിപ്രായ വ്യത്യാസം വേണം. കാരണം അതും ഇതും കൊണ്ടുവന്നവർ ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല എന്നാണ് നമുക്ക് 3 വക്തിന്റെ അവളോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ഖുർആനാണ് ഈ പറഞ്ഞു നടക്കുന്നത്? നിങ്ങൾ ഈ പറയുന്ന ഖുർആൻ നിങ്ങൾ 5 വക്ത് 3 വക്താക്കിയതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഖുർആൻ ആ 5 വക്ത് കൊണ്ടുവന്നവർ തന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അവരിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ, അവർ നിങ്ങൾ തള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഖുർആനെ തള്ളേണ്ടി വരും എന്നാണ് അവരോട് പറയാനുള്ളത്. നിങ്ങൾ ഖുർആൻ തള്ളിയാലും തള്ളിയില്ലെങ്കിൽ നിങ്ങൾ മുർത്തദികൾ തന്നെയാണ് 3 വക്ത് നിസ്കരിക്കാൻ ആരംഭിച്ചിട മുതൽ എന്ന് നമുക്ക് അവരോട് പറഞ്ഞ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനുള്ള മാർഗങ്ങൾ അങ്ങനെയുള്ളവർ നമ്മുടെ പരിസരത്തിലുണ്ടെങ്കിൽ ഓരോരുത്തരും പാടുപെടേണ്ടതാണ്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ചോദ്യം എന്താണ്? ബുദ്ധി ഉപയോഗിക്കാത്തത് എന്തുകൊണ്ട്? ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരത്തിലേക്ക് എത്താം. എങ്ങനെയാണ് നമസ്കാരം? അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇത് എഴുത്തിലുള്ള ഭാഗമാണ്. എഴുത്തിലുള്ള ഭാഗമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം എഴുത്തിന്റെ ഉടമകൾക്കുള്ള മറുപടിയും നിങ്ങൾക്കുള്ള മറുപടിയുമാണ്, നിങ്ങൾക്കുള്ളതായ വിശദീകരണവുമാണ്, നിങ്ങൾ പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയാനല്ലേ? നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തിനാണ് ഫാത്തിഹ ഓതുന്നത്? അല്ലെങ്കിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്താണ് റബ്ബി ഗ്ഫിർലി എന്ന് പറയുന്നത്? നമസ്കരിക്കാൻ ഇരിക്കുമ്പോൾ എന്തിനാണ് അത്തഹിയ്യാത്ത് ഓതുന്നത്? ഖുർആനിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മൂപ്പർ അവസാനം നിസ്കരിക്കുന്ന രൂപം എന്താണെന്ന് അറിയാമോ? നിസ്കാരത്തിന് ഒഴിവാക്കുമ്പോൾ സലാം പറയാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അസ്സലാമു അലൈക്കും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞുകൊണ്ട് നമസ്കാരം സമാപിക്കുന്നതിന് പകരം മൂപ്പർ നിസ്കരിക്കല് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഷിയാക്കളുടെ കൂടെ സഖ്യം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കാം അവര് സലാം വീട്ടാത്തത്, അതുകൊണ്ടായിരിക്കാം അവർ കൈയടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് പിശാചി കളിക്ക പണ്ടാട. പിശാചിങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കാണ്. മൂപ്പരിങ്ങനെ ദയസാർന്നുണ്ടായിരിക്കും അവരുടെ മുമ്പിൽ. മൂപ്പരുടെ സന്തോഷത്തിന്റെ ഗർഭമുണ്ട്. ആരുടെ? പിശാചിന്റെ. എന്താണ്? മൂപ്പര് ആദമിന്റെ സന്തതികളെ എത്ര വഴിവെപ്പിക്കാൻ പറ്റി അത്ര മൂപ്പർക്ക് സമാധാനമാണ്. അതുകൊണ്ട് ശിർക്കൊരാൾ ചെയ്യുന്ന കണ്ടാൽ ഇബ്ലീസിന് എന്തെന്നില്ലാത്ത സന്തോഷം. മറ്റു കാര്യങ്ങളെ പോലെയല്ല. കാരണം 100 നരകത്തിൽ പോകാൻ ഉറപ്പുള്ള ടിക്കറ്റ് കിട്ടുന്നതാണല്ലോ ശിർക്ക്. അത് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ പിന്നെ ഇബ്ലീസിന് അതിനേക്കാളും സമാധാനം വേറെ ഇല്ലാന്നുള്ളതാണ്. പൈശാചിക ശല്യം പ്രവർത്തിക്കുന്നത് കൊണ്ട് ദേഹിയെയും പിശാചിനെയും ദൈവമാക്കി മാറ്റിയത് കൊണ്ടാണ് അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള അപകടത്തിൽ വിട്ടുപോയത്. അല്ലാഹു ഖുർആനിൽ പറയുന്ന ശൈലി കാണുക. ഇനി 5 വക്ത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വിഭാഗം നേരെ കണ്ണു തുറന്നു നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് നമസ്കാരമെന്ന് വെച്ചല്ലോ, സുബ്ഹാനല്ലാഹ് നമസ്കാരമാണെന്ന് വെച്ചല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് നമസ്കാരമാണെന്ന് വെക്കുകയാണെങ്കിൽ 5 വക്ത് സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞതായ ആയത്ത് ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ഖുർആനിൽ അല്ലാഹുവിന് നിങ്ങൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കൂ. മുസ്ലിം ലോകമേ, നിങ്ങൾ വൈകുന്നേരമായാൽ രാവിലെയായാൽ അവൻ സ്തുതികീർത്തനം ചെയ്യേണ്ടതുണ്ട്. അവൻ സ്തുതികീർത്തനത്തിന് അർഹനാണ്. ആകാശത്തിലും ഭൂമിയിലും എന്തിനാ ഇശാസമയത്ത് പ്രത്യേകം പറയുന്നത്? തുംസൂൻ എന്ന് പറയുമ്പോൾ ഇശയും മഗ്രിബും പെട്ട് എന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസറും മഗ്രിബും പെട്ട് എന്ന് ഇശയും പെട്ട് എന്ന് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ ഇശയെ പ്രത്യേകം പറഞ്ഞു. പിന്നെ ദുഹൂറിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ചോദ്യം. സമയത്തും വൈകുന്നേരമുള്ള നമസ്കാരത്തിലും ഇശാ നമസ്കാരത്തിലും സുബഹി നമസ്കാരത്തിലും എല്ലാം അള്ളാഹുവിന് നിങ്ങൾ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക എന്ന് അള്ളാഹു പറയുന്നതായ ഭാഗം നിങ്ങൾക്ക്, അഥവാ ഖുർആൻ മാത്രം മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിറ്റാക്കിക്കൂടെ എന്ന് വെറും തട്ടിനൂട്ടിയ നൽകുന്ന ചോദ്യമാണ്. നമുക്ക്
ഖുർആനിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പിന്നെയോ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ കൂടെ ഖുർആൻ ഞാൻ അയച്ചു തരുമ്പോൾ ഈ ഖുർആൻ എന്റെ ശൈലിയിൽ നമ്മുടെ ഇവിടെ കാണുന്ന റെസ്റ്റോറന്റുകളിലുള്ളതായ പട്ടിക പോലെയല്ല ഖുർആൻ. റെസ്റ്റോറന്റിലുള്ള പട്ടികയിൽ 10 പൈസക്ക് അല്ലെങ്കിൽ 1 റുപ്പികക്ക് പെപ്സിക്കോല, 2 റുപ്പികകൾ 2 റിയാൽ കൊടുത്താൽ എന്താണ് സാൻഡ്വിച്ച്, 5 റിയാൽ കൊടുത്താൽ ബിരിയാണി. ഓരോന്നിന് പ്രത്യേക ലീസ്റ്റ് അവിടെ കാണും. കാരണം അത് പൈസന്റെ കാര്യമാണ്. അത് വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ ആളെ കിട്ടൂല. അങ്ങനെ ഓരോന്ന് വ്യക്തമാക്കി പറയുന്ന കാര്യമല്ല എന്ത് ഖുർആൻ. പിന്നെയോ ഖുർആൻ മൊത്തത്തിൽ നിയമം പറയുന്നതാണ്. മൊത്തത്തിലുള്ള നിയമമാകുമ്പോൾ വിശദീകരണം എവിടെ നിന്ന് കിട്ടും? വിശദീകരണത്തിനെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, ഈ ഖുർആന്റെ വിശദീകരണം ഞാൻ തന്നെ ഏറ്റെടുത്തതാണ്. ഞാൻ അയച്ച നബിയിലൂടെ ഖുർആൻ തന്നെ ഏറ്റെടുത്തതാണ്. അവ തന്നെ ഏറ്റെടുത്തതാണ്. അവ ഏറ്റെടുത്തത് ഞങ്ങൾ അംഗീകരിക്കുകയാണ് അവർ പറയുന്നത്. വരുന്നില്ല അവരെ നന്നാക്കാൻ. ഞങ്ങൾ എന്ത് കാട്ടാനാണ്? അല്ലാഹു നിങ്ങളെ ഹിദായത്തിലാക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്നല്ലാതെ ഇങ്ങനെ വിശാലമായുള്ള അർത്ഥത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഖുർആനിൽ എങ്ങനെ പറഞ്ഞിട്ടില്ല? വിശദമായി പറഞ്ഞിട്ടില്ല. മൊത്തത്തിലോ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരത്തിന്റെ ടൈം. മൊത്തത്തിൽ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് നമസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണങ്ങൾ. നിസ്കരിക്കണമെന്ന് പറഞ്ഞു. വിശദീകരണം ആര് നൽകുന്നു? റസൂല് പറയുന്നു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടു, അതുപോലെയും ഉള്ളത് നൽകപ്പെട്ടു. ഖുർആനിലുള്ള 6000-ൽ പരം ആയത്തുകളെ പോലുള്ളതായ ഹദീസുകളെയും നൽകപ്പെട്ടു. സഹീഹായത് കർമ്മശാസ്ത്രം കുറിക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് റസൂൽ പറയുന്നത് എന്ത്? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്നെ അങ്ങനെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. നിങ്ങളുടെ ഇഷ്ടാനുസരണം പോക്കറ്റിൽ നിന്നിട്ട് നമസ്കാരം ഉണ്ടാക്കേണ്ടതല്ല. അതെ, അപ്പോൾ ഒരാൾ മുർത്തദ്ദാവുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമായ ചടങ്ങുകൾ, അത് കർമ്മപരമായ കാര്യങ്ങളാവട്ടെ വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ അവകളെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം ഗേറ്റ് ഔട്ട് ആവുന്നു, പുറന്തള്ളപ്പെടുന്നു എന്നതാണ് നാം പഠിച്ചു വരുന്നത്. ഒരാൾ മുർത്തദ്ദായി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇസ്ലാമിൽ ചാൻസ് ഉണ്ട് എന്ന ആയത്താണ് ഞാൻ നിങ്ങളെ ആദ്യം ഓതി കളിപ്പിച്ചത്. ആ ചാൻസ് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അപകടത്തിൽ വല്ലവരും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നതും വിതരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കാനുള്ളത് ഭാവിയിൽ ഏതെങ്കിലും പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു കഷ്ടകാലത്തിൽ ഇങ്ങനെയുള്ളതായ പിഴച്ച വിഭാഗത്തിന്റെ വാക്കുകൾ കേൾക്കാനുള്ള ചുറ്റുപാടുണ്ടായി പോവുകയാണെങ്കിൽ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. വിശ്വാസത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാത്ത പക്ഷം അപകടത്തിൽപ്പെട്ടു പോകും. അതെ, അപകടത്തിൽപ്പെട്ടു പോകും. അത് വളരെ നിർബന്ധമാണ് ഈ കാലഘട്ടത്തിൽ. തിരുവനന്തപുരത്തിൽ നടന്നതായ സംവാദം 2 ദിവസം മുമ്പ് രാത്രി ഞാൻ ഇവിടെ വെച്ചിട്ട് എം അക്ബർ സാഹിബിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ക്രിസ്ത്യൻ സമർപ്പിക്കുന്നതായ ആ പ്രബന്ധമോ അല്ലെങ്കിൽ അവന്റെ സംസാരമോ കേട്ടു. അത് മാത്രം കേൾക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിലിറങ്ങി പഠിക്കാത്ത വിഭാഗമാണത് കേൾക്കുന്നതെങ്കിൽ അത് മാത്രം മറ്റൊരു വഴക്കാൻ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൈസിൽ ഇസ്ലാമിനെ തല്ലിപ്പറയാൻ മനഃപ്പാഠമാക്കി ഒരുങ്ങി നിൽക്കുന്നതായ ആയിരങ്ങളുള്ള നാട്ടിലാണ് കേരളീയരെ നിങ്ങൾ ജീവിക്കുന്നത്. തൗറാത്തിലും ഇഞ്ചീലും കൈകടത്തിലുള്ളത് പോലെ തന്നെ ഖുർആൻ അടിസ്ഥാനത്തിൽ തന്നെ തള്ളപ്പെടേണ്ടതാണ്. ഖുർആൻ ശരിക്കും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അവിടെയെല്ലാം മയങ്ങൾ കലർന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സഹീഹ് ബുഖാരിയിൽ നിന്നിട്ടും ആധികാരിക മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്നിട്ടുമാണ് മൂപ്പര് വായിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളെ പോലത്തെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ട് ഈമാനിന് കെട്ടിയുറപ്പുള്ളതാക്കാനുള്ള ചാൻസ് കിട്ടാത്തതായ ഒരു നാടൻ മുസ്ലിമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവൻ അപകടത്തിൽ പെടുകയില്ലേ? മറുവശം അത് കേട്ടില്ലെങ്കിൽ, അതിനുള്ള മറുപടി കേട്ടില്ലെങ്കിൽ, അതെ, അപ്പോൾ എല്ലാവർക്കും മറുപടി കേൾക്കാനുള്ള ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ളതായ തോന്നിവാസികളുടെ പുസ്തകമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുക.